അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം സ്വർണ്ണവില കുതിച്ചുയരുന്നു, എന്താണ് അതിനുള്ള പരിഹാര മാർഗം എന്നുള്ളതാണ്. സ്വർണ്ണവില കുതിച്ചുയരുന്നതിനെ തടുത്തു നിർക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. കാരണം അതൊരു അന്താരാഷ്ട്ര മാർക്കറ്റാണ് അല്ലേ. അത് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് വേറെയാണ്. അപ്പം നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല, പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും. എന്താ ചെയ്യാൻ കഴിയുക? സ്വർണത്തിൻ്റെ ഉപയോഗം കുറക്കുക, അഥവാ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടാണല്ലോ സ്വർണം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ആഭരണം കൊടുക്കുക. മഹറായാലും അല്ലാത്തതായാലും, പെൺകുട്ടിക്ക് കൊടുക്കുന്നതായാലും മഹർ കൊടുക്കുന്നതായാലും ശരി, എന്ത് ചെയ്യുക? അത് വളരെ കുറച്ച് കൊടുക്കുക എന്ന് തന്നെ ഒരു ഒന്നാമത്തെ പരിഹാര മാർഗം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? സ്വർണത്തെ ഒഴിവാക്കി മറ്റ് ലോഹങ്ങളിലേക്ക് നാം മാറ്റുക എന്നുള്ളതാണ്. ആഭരണം, അതായത് വെള്ളിയിലേക്കോ ചെമ്പിലേക്കോ ഒക്കെ മാറ്റുക അല്ലേ. സ്വർണം തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. അപ്പം അല്ലാതെ ഇതൊരു പരിഹാര മാർഗം എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചു വരുന്നില്ല. ഇന്നിപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ രക്ഷിതാക്കള് കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. കാരണം ഈ സ്വർണത്തിൻ്റെ പ്രശ്നം ഓർക്കുമ്പോൾ, ആഭരണം കൊടുക്കണമല്ലോ എന്നോർക്കുമ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ടായിരുന്നു ഓരോ രക്ഷിതാക്കളും തൻ്റെ പെൺമക്കളെ കെട്ടിച്ചയച്ചിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾക്ക് പെൺകുട്ടികളെ കെട്ടിക്കുക എന്നുള്ളത് വലിയൊരു ബാധ്യത തന്നെയാണ്. ഇന്നും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഇന്ന് ആർക്കും സംഭവിച്ചിട്ടുണ്ട്, കെട്ടുന്ന ചെക്കന്മാർക്കും സംഭവിച്ചിട്ടുണ്ട്. കാരണം അവരുടെ കയ്യിലും പൈസയില്ല മഹർ കൊടുക്കാൻ. പണ്ടൊക്കെ കാശ് വാങ്ങിയിരുന്നു പെൺവീട്ടുകാരുടെ അടുക്കൽ നിന്ന് കെട്ടലേ. ഇപ്പൊ അത് ഒന്നുമില്ല. നല്ല കാര്യം. അപ്പോ ഇപ്പൊ കെട്ടുന്ന ചെറുക്കന്മാർ വരെ അവരുടെ കയ്യിലില്ല, കാശില്ല. ഈ സ്വർണത്തിനിങ്ങനെ മഹർ കൊടുക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ രണ്ടു കൂട്ടരും വിഷമത്തിലാണ്. കെട്ടുന്നവനും വിഷമത്തിലാണ്, കെട്ടിക്കുന്ന രക്ഷിതാവും വിഷമത്തിലാണ്. ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കുതിച്ച് കയറിയത് കൊണ്ട്. അപ്പൊ അതിനുള്ള പരിഹാര മാർഗം എന്താണ്? നമ്മൾ സ്വർണം കൊടുക്കുന്ന അതിൻ്റെ അളവ്, അതിന്റെ തൂക്കം വളരെ കുറക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ മാർഗം. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, വലിയ പണക്കാർ കോടീശ്വരന്മാർക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ല അല്ലേ. നമ്മൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതല്ലെങ്കിൽ മറ്റ് ലോഹങ്ങളിലേക്ക് നാം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പരിഹാര മാർഗം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയിലേക്കോ ചെമ്പിലേക്കോ ഒക്കെ ചേഞ്ച് ചെയ്യുക. അതെല്ലാം എന്താ ചെയ്യുക? അപ്പോൾ ഇസ്ലാമിൻ്റെ മസാല അവിടെ പറയുകയാണെങ്കിൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏത് ലോഹത്തിന്റെ ആഭരണവും സ്ത്രീകൾക്ക് ധരിക്കാം അല്ലേ. മനസ്സിലായല്ലേ? പുരുഷനാണെങ്കിൽ സ്വർണം പറ്റില്ല, മറ്റ് ആഭരണങ്ങൾക്ക് ധരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വെള്ളിയൊക്കെ. പക്ഷെ സ്ത്രീകൾക്ക് ഏത് ആഭരണവും ധരിക്കാം, സ്വർണമോ വെള്ളിയോ ചെമ്പോ ധരിക്കാം. അപ്പോൾ അല്ലാതൊരു പരിഹാര മാർഗം എൻ്റെ ബുദ്ധിയിൽ വരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ വില നിയന്ത്രിക്കുന്ന നമ്മളല്ല, അതൊരു അന്താരാഷ്ട്ര മാർക്കറ്റാണ് അല്ലേ. അപ്പൊ നമുക്കതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്വർണത്തിന് വില കൂടി വരികയല്ലാതെ ഒരിക്കലും അതിന് കീഴ്പ്പെട്ട് വരുന്ന പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാണ് എൻ്റെ കഴിഞ്ഞ കാല അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും മുകളിലേക്ക് പോയ സ്വർണത്തിന്റെ വില താഴേക്ക് വന്നിട്ടില്ല. അഥവാ കുറഞ്ഞാൽ ഒരു 50 രൂപ ഗ്രാമോ കുറയും. എന്നിട്ട് അത് വെണ്ടക്ക അക്ഷരത്തിൽ പത്രം നിരത്തി സ്വർണത്തിനാകെ വില കുറഞ്ഞു, ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ 50 രൂപ ഉണ്ടാവുള്ളൂ. അതിന് തലേന്ന്
1000 കൂടി ഉണ്ടാവും, പിന്നെ 50 കുറഞ്ഞാൽ ഇടിഞ്ഞതാണ് പത്രക്കാർ എഴുതും. അപ്പോൾ അതവിടെ കേട്ടെ. അപ്പം എന്തേലും പറഞ്ഞു വെച്ചാൽ ഇതാണ് പിന്നെ ആഭരണങ്ങളുടെ അവസ്ഥ. അപ്പോൾ മതപരമായിട്ട് പറയുമ്പോൾ എന്തല്ല ഏത് ആഭരണവും ധരിക്കാം, ഏത് ലോഹവും ധരിക്കാം. മനസ്സിലായോ? ധരിക്കണം നിർബന്ധമില്ല, അതൊക്കെ അവനാൻ ഇഷ്ടങ്ങളാണ്, ചോയ്സാണ്. ഇനി മഹർ കൊടുക്കുന്നത് തന്നെ എന്തും ചെയ്യാം, എന്തും കൊടുക്കാന്നുള്ളതാണ്. മഹർ സ്വർണം തന്നെ കൊടുക്കണം എന്നില്ല, ആഭരണം തന്നെ കൊടുക്കണം എന്നില്ല, എന്തും കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? എന്നും കൊടുക്കാം. എന്ന് കൊടുക്കാറിഞ്ഞാല് ഒരു വിലമതിക്കുന്ന ഒരു വസ്തു, ഒരു മൂല്യമുള്ള ഒരു വസ്തു. അല്ല ഒരാളിപ്പോൾ ഒരു 4 നാളികേരം കൊടുത്തു മഹറായിട്ട്, അത് പറ്റില്ല. അത് നല്ലൊരു ഒരു മൂല്യമല്ലല്ലോ, ഒരു മൂല്യമുള്ള വസ്തു അല്ല. തേങ്ങയ്ക്ക് വില അല്ല എന്നല്ല പറഞ്ഞത്, ഒരു മൂല്യമുള്ള വസ്തു അത് എന്തും കൊടുക്കാം മഹറായിട്ട്. സ്വർണം തന്നെ വേണമെന്നൊന്നുമില്ല. അതുപോലെ സ്ത്രീകൾക്ക് സ്വർണം തന്നെ ധരിക്കണമെന്നൊന്നുമില്ല, ഏത് ആഭരണവും ഏത് ലോഹവും ധരിക്കാം. അപ്പോൾ ഇത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്നാണ് വിനീതമായിട്ട് എനിക്ക് പറയുവാനുള്ളത്. ഏത് പ്രശ്നത്തിന്? ഈ സ്വർണത്തിന്റെ വില എങ്ങനെ കുതിച്ച് മുകളിലേക്ക് പോകണല്ലോ. അപ്പൊ അതിനുള്ള ഏക പരിഹാര മാർഗം ഞാൻ ഈ പറഞ്ഞതാണ്. ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന അതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കുക, അല്ലെങ്കിൽ മറ്റ് ലോഹങ്ങളിലേക്ക് നാം ചേഞ്ച് ചെയ്യുക. ഇതാണ് അതിനുള്ള പരിഹാരം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ഇത്ര മാത്രം പറയുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.